രാജസ്ഥാൻ ആദ്യ കളി തന്നെ തോറ്റിരിക്കുകയാണ്. പക്ഷേ സഞ്ജു ഇന്ന് മികച്ച കളി തന്നെയാണ് കാഴ്ചവെച്ചത്. സഞ്ജു 50 അടിച്ചിട്ടുണ്ടായിരുന്നു. സിക്സറുകളും ഫോറുകളുമായി സഞ്ജു കളം നിറഞ്ഞു കളിച്ചു. പക്ഷേ സഞ്ജു ഒറ്റയ്ക്ക് നിന്നിട്ട് ഒന്നും തന്നെ ചെയ്യാനില്ല. കാരണം ഹൈദരാബാദിന് അത്രയ്ക്കും കൂറ്റൻ സ്കോറായിരുന്നു. ഇന്ന് ഹൈദരാബാദ് കളി ജയിച്ച ശേഷം അവരുടെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി ജയിച്ച ശേഷം പാറ്റ് കമ്മിൻസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. കാരണം ഫസ്റ്റ് കളി തന്നെ ജയിച്ചു തുടങ്ങിയാൽ അത് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഒരുപാടാണ്. അതുകൊണ്ട് ആദ്യ മാച്ച് ജയിക്കാൻ ഞങ്ങൾ പലവിധ കാര്യങ്ങളും ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ മികച്ച സ്കോർ നേടാൻ ഞങ്ങൾക്ക് സാധിച്ചു. കഴിഞ്ഞ IPL ഞങ്ങൾ എങ്ങനെയാണ് കളിച്ചത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. രാജസ്ഥാൻ ബാറ്റിംഗ് നിരയിൽ ഞങ്ങൾ പേടിച്ചത് സഞ്ജുവിനെയാണ്. സഞ്ജു ഇപ്രാവശ്യം ഓപ്പണിങ്ങിലാണ് കളിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് സഞ്ജുവിനെ ഔട്ടാക്കാൻ പലവിധ തന്ത്രങ്ങളും ഞങ്ങൾ ഇന്ന് പയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സഞ്ജുവിന് മുന്നിൽ അതൊന്നും തന്നെ ഫലവത്തായില്ല. എങ്കിലും സഞ്ജു പെട്ടെന്ന് ഔട്ടായത് ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് കൂറ്റൻ സ്കോർ ഉള്ളതുകൊണ്ട് കളി ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഇല്ലെങ്കിൽ രാജസ്ഥാനെതിരെ കളി ജയിക്കാൻ പാടാണ്. അത്രയ്ക്ക് മികച്ച ടീമാണ് രാജസ്ഥാൻ. അത് ഞങ്ങൾക്ക് കഴിഞ്ഞ IPL മനസ്സിലായതാണ്. ആദ്യ കളി തന്നെ ജയിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പാറ്റ് കമ്മിൻസ് വ്യക്തമാക്കി. ഹൈദരാബാദ് രാജസ്ഥാൻ നിരയിൽ പേടിച്ചത് സഞ്ജുവിനെയാണ്. സഞ്ജു ഇന്ന് നല്ല കളി തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഇത്രയ്ക്കും കൂറ്റൻ സ്കോർ ആരെക്കൊണ്ടും മറികടക്കാൻ സാധിക്കില്ല. രാജസ്ഥാൻ ബൗളിങ്ങിൽ മോശം പ്രകടനമാണ് പുറത്തെടുത്തത്. അതാണ് ഇന്ന് രാജസ്ഥാൻ കളി തോൽക്കാൻ കാരണമായത്. ബാറ്റിംഗിൽ രാജസ്ഥാൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ആദ്യ കളി തന്നെ തോറ്റത് രാജസ്ഥാന് ക്ഷീണമായിരിക്കുകയാണ്. സഞ്ജു ക്യാപ്റ്റൻസി ഇല്ലാത്തതും രാജസ്ഥാന് തിരിച്ചടിയായിട്ടുണ്ട്. പരാഗ് മോശം ക്യാപ്റ്റൻസിയാണ് ഇന്ന് കാഴ്ചവെച്ചത്. വരാൻ പോകുന്ന മത്സരങ്ങളിൽ സഞ്ജു ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചു വന്നാൽ രാജസ്ഥാൻ ടീം രക്ഷപ്പെടും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.